സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 68 അതിൻ്റെ 19 തിരുവചനം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 68 സങ്കീർത്തനം 19 തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നത് ദൈവം നമ്മുടെ രക്ഷയാകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് 100% യാഥാർത്ഥ്യമായ ഒരു സത്യമാണ്. ദൈവം നമ്മുടെ രക്ഷയാകുന്നു എന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ രക്ഷ ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. രക്ഷ 3 വിധത്തിലുണ്ട്. ദേഹരക്ഷ അഥവാ ശരീരരക്ഷ, ദേഹിയുടെ രക്ഷ അഥവാ ജീവൻ്റെ രക്ഷ, അവസാനമായി ആത്മാവിൻ്റെ രക്ഷ. ഇങ്ങനെ 3 തരത്തിലുള്ള രക്ഷ നൽകുന്ന ദൈവമായി ജീവിച്ചു വാഴുന്ന സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ രക്ഷ നമുക്കുള്ളത് കൊണ്ടാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുകയും നന്മകൾ അനുഭവിക്കുകയും ചെയ്യുന്നത്. ഈ രക്ഷ നൽകുന്ന ദൈവം നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു എന്നും ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാൾതോറും എന്നാൽ ഇടവിടാതെ എന്നാണ്. ഓരോ നിമിഷവും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്നു എന്ന് അതിനർത്ഥം. എന്തൊക്കെയാണ് നമ്മുടെ ഭാരങ്ങളെന്ന് നമുക്കറിയാം. പാപഭാരങ്ങൾ, അതുപോലെ ജീവിതഭാരങ്ങൾ, ശത്രുവായ പിശാച് നമ്മെ ബാധിക്കുമ്പോൾ പൈശാചിക ബന്ധനം അതൊരു ഭാരമാണ്. പല തരത്തിലുള്ള ഭാരങ്ങൾ, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ ദുഃഖിപ്പിക്കുന്ന, നമ്മെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ, ശത്രുവിൻ്റെ വിവിധ തരത്തിലുള്ള ക്രിയകൾ, ഇതെല്ലാം ഭാരമാണ്. നാം ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഇതെല്ലാം ഭാരങ്ങളാണ്. എന്നാൽ ഈ ഭാരങ്ങളെല്ലാം നാം ഒറ്റയ്ക്ക് വ്യക്തിപരമായി വഹിച്ചാൽ സത്യത്തിൽ നാം രോഗിയായി അകാലത്തിൽ നശിക്കുവാനിടയാണ്. ഇത് മനസ്സിലാക്കുന്ന, ഇതറിയുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവം ഇതെല്ലാം ഉണ്ടെങ്കിലും, അഥവാ മേൽപ്പറഞ്ഞ ഭാരങ്ങളെല്ലാം മർത്യനുണ്ടെങ്കിലും, ദൈവം നമ്മോടുകൂടെ ഇരുന്ന് ഈ ഭാരങ്ങളെയൊക്കെ ചുമന്നു വഹിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ദിവസങ്ങൾ കാണുവാനും പുതിയ നന്മകൾ അനുഭവിപ്പാനും ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും അവസരങ്ങൾ ലഭിക്കുന്നത്. അതെ, ദൈവം അനുദിനം അനുനിമിഷം നമ്മുടെ ഭാരങ്ങളെ ചുമന്ന്, അതിനർത്ഥം നമ്മെ തന്നെ അവിടുന്ന് വഹിക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ്? പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം,
കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, നമ്മെ വഹിക്കുന്ന ശാശ്വത ഭുജങ്ങൾ. ആ ഭുജങ്ങളിൽ ദൈവം നമ്മെ വഹിക്കുന്നത് കൊണ്ട് നാം ജീവിതയാത്ര തുടരുന്നു. അതെ, നമുക്ക് ആ ദൈവകരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നമ്മെ വഹിക്കട്ടെ. അവിടുന്ന് നമുക്ക് രക്ഷയാകുന്നു. ആ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി ആരാധിച്ച് സ്നേഹിച്ച് സേവിച്ച് അവിടുത്തെ സാക്ഷികളായി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കാം. ആമേൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോടെതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. പ്രത്യാശ എന്നിൽ വർദ്ധിച്ചിടുന്നേ, അങ്ങു ചെന്നു കാണും